നമസ്കാരം. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്യാൻ ഓടിയെടുത്ത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ. സൗഹൃദം പങ്കിടുന്ന ലോകനായകന്മാരുടെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. ഹിരോഷിമയിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും സൗഹൃദം പുതുക്കി. അടുത്ത മാസം 21 മുതൽ 24 വരെ നടക്കുന്ന പ്രധാനമന്ത്രി മോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് മുന്നോടിയായാണ് പ്രസിഡന്റ് ബൈഡനുമായുള്ള കൂടിക്കാഴ്ച നടത്തിയത്. മൂന്നാമത് ഇൻ പേഴ്സണൽ ക്വാഡ് ഉച്ചകോടിക്ക് മുമ്പാണ് ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. ലോകത്തെ ഏറ്റവും ശക്തരായ 7 ജനാധിപത്യ രാജ്യങ്ങൾ പങ്കെടുക്കുന്ന G7 ഉച്ചകോടിയുടെ തുടക്കത്തിന് ജപ്പാനിലെ ഹിരോഷിമ ഇന്നലെ സാക്ഷ്യം വഹിച്ചു. ഹിരോഷിമയിൽ നടക്കുന്ന G7 ഉച്ചകോടിയുടെ 6ാം വർക്കിംഗ് സെക്ഷനിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി മോദിയെ ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യൂമിയോ കിഷിദ സ്വീകരിച്ചിരുന്നു. ഇന്നലെ ജപ്പാനിലെത്തിയ പ്രധാനമന്ത്രി കിഷിദയുമായി രാവിലെ നടന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ ഉന്നമനത്തെക്കുറിച്ചും ഇന്ത്യയുടെ G20 അധ്യക്ഷ സ്ഥാനത്തിന്റെയും ജപ്പാന്റെ G7 അധ്യക്ഷ സ്ഥാനത്തിന്റെയും കേന്ദ്ര ബിന്ദുക്കളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഗ്ലോബൽ സൗത്തിന്റെ ആശങ്കകളും മുൻഗണനകളും ഉയർത്തിക്കാട്ടുന്നതിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി മോദി ഊന്നിപ്പറയുന്നതിനൊപ്പം അതത് G20, G7 അധ്യക്ഷരുടെ ശ്രമങ്ങളെ സമന്വയിപ്പിക്കാനുള്ള വഴികൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. G7 അംഗങ്ങളല്ലാത്ത ചൈനയുടെയും റഷ്യയുടെയും സാന്നിധ്യമായിരിക്കും ഇത്തവണ ഉച്ചകോടിയിലെ ശ്രദ്ധാകേന്ദ്രമാകുക. 1945 രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക അണുബോംബ് വർഷിച്ച് ഹിരോഷിമയാണ് G7 വേദി എന്നത് ഉച്ചകോടിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. അംഗരാജ്യങ്ങളായ ജപ്പാൻ, കാനഡ, ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, അമേരിക്ക എന്നിവയ്ക്കു പുറമെ ഇന്ത്യ, വിയറ്റ്നാം, ഓസ്ട്രേലിയ, ബ്രസീൽ, ഇന്തോനേഷ്യ, ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ക്ഷണമുണ്ട്. അമേരിക്ക അണുബോംബ് വർഷിച്ച് ആയിരങ്ങളെ കൊന്നൊടുക്കിയ ഹിരോഷിമയിൽ വെച്ച് 78 വർഷത്തിനിപ്പുറം ലോകരാഷ്ട്രങ്ങൾ G7 ഉച്ചകോടിക്കായി ഒത്തുചേരുമ്പോൾ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ നരഹത്യയുടെ സ്മാരകമായി ഹിരോഷിമ പീസ് മെമ്മോറിയൽ പാർക്ക് അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. 1,29,000 മനുഷ്യരുടെ ജീവിതങ്ങളും സ്വപ്നങ്ങളും ഞൊടിയിട കൊണ്ട് കത്തിച്ചാമ്പലായതിന്റെ നടുക്കുന്ന ഓർമ്മകൾ ലോക നേതാക്കളുടെ കണ്ണുകൾ തുറപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജപ്പാൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. മെയ് 19 മുതൽ 21 വരെയാണ് G7 ഉച്ചകോടി ഹിരോഷിമയിൽ നടക്കുക. കൂടാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉക്രൈൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 2022 ഫെബ്രുവരി 24 റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇത് അവരുടെ ആദ്യ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണ് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവർഡ് ബൈ ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്. ഫോൺ 9099055135.